പുതിയ പാർലമെന്ററി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോല് കൊണ്ടുവന്നു മോദി. ചെങ്കോലുമേന്തി വന്ന മോദിക്ക് തമിഴ്നാട്ടിൽ തന്നെ തിരിച്ചടി കിട്ടി. ഒറ്റ സീറ്റ് പോലും പിടിച്ചില്ല. കന്യാകുമാരിയിൽ പൊൻരാധാകൃഷ്ണൻ പോലും ജയിച്ചില്ല. എന്ത് പറയാൻ? കന്യാകുമാരി പൊതുവെ പൊൻരാധാകൃഷ്ണൻ ജയിക്കുന്ന ഒരു ലോക്സഭാ സീറ്റായിരുന്നു. അതും പോയി എല്ലാം കൂടെ വട്ടപൂജ്യമായി തമിഴ്നാട്ടിൽ നിൽക്കുകയാണ് മോദി. പിന്നീട് മോദി പല വിധത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി. ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റിമറിക്കും എന്നൊക്കെ പറഞ്ഞു. മോദിയല്ല, മോദിയുടെ അനുയായികളും പറഞ്ഞു. മോദി അതിന് പരോക്ഷമായ പിന്തുണയൊക്കെ നൽകി. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കെ.സി. വേണുഗോപാലും ഷാഫി പറമ്പിലും സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന ആരാണ് എഴുതിയത്? ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടനയാണ് RSSന്റെ നേതൃത്വത്തിൽ മോദി സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പറഞ്ഞപ്പോ ഈ എന്താ പറയുക, തീവ്ര ഹിന്ദുത്വവാദികൾ, ഈ തീവ്ര ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞാൽ വളരെ മുന്നോക്കം നിൽക്കുന്ന കുറെ ഹിന്ദുത്വവാദികളുണ്ട്. ദൈവങ്ങളെ പൂജിച്ച് ഹിന്ദുത്വവാദത്തിന്റെ പേരിൽ പണം വിഴുങ്ങാൻ നിൽക്കുന്നവർ, അങ്ങനെ കുറെ പേരുണ്ട്. അതൊന്നും തുറന്നു പറയാൻ പറ്റില്ല. യൂട്യൂബ് ചാനൽ എന്നുള്ള പരിമിതി വെച്ച്, എന്റെ പരിമിതിയും വെച്ച് നിങ്ങൾക്കത് മനസ്സിലാവും. തീവ്ര ഹിന്ദുത്വവാദികൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അവർ മണ്ടന്മാരാക്കുന്നത് ആരെയാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകും. OBC അടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാരെ മണ്ടന്മാരാക്കുന്നു. എന്തായാലും കെ.സി. വേണുഗോപാലും ഷാഫി പറമ്പിലും സത്യപ്രതിജ്ഞ ചെയ്തത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ്. ഭരണഘടനയുടെ മൂല്യം നമ്മൾ കണക്കാക്കണ്ടേ മോദി? ഡോക്ടർ അംബേദ്കറെ പറ്റി ഒരു സിനിമ ഇറങ്ങിയിരുന്നു. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ. ആ സിനിമ ഇന്ത്യയിൽ റിലീസ് ചെയ്തില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പൊളിറ്റിക്സ് കേരള ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അംബേദ്കർ പിന്നോക്ക വിഭാഗക്കാരനായി. ദ്രൗപദി മുർമു രാഷ്ട്രപതിയാണ്. പിന്നോക്ക വിഭാഗക്കാരിൽ നിന്ന് മോദി ഉയർത്ത് കൊണ്ടുവന്ന രാഷ്ട്രപതി. പക്ഷേ പാർലമെന്ററി മന്ദിരം പുതുക്കി സ്ഥാപിച്ചപ്പോൾ അവരെ ക്ഷണിച്ചില്ല. പക്ഷേ അയോധ്യയിലെ രാമക്ഷേത്രം പണിഞ്ഞപ്പോ ഇങ്ങനെയൊരു രാഷ്ട്രപതിക്ക് അർഹമായ പ്രാതിനിധ്യമൊന്നും കൊടുത്തില്ല എന്നുള്ളത് പൊളിറ്റിക്സ് കേരള അഭിപ്രായമാണ്. പക്ഷെ പാർലമെന്ററി മന്ദിരത്തിൽ ചെങ്കോലും കൊണ്ടുവന്ന് ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ തമിഴ്നാട് രാഷ്ട്രീയം മോദി കളിച്ചപ്പോ അവരെ ഒഴിവാക്കിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതത്ര വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. അതാണ് BJPയുടെയും സംഘപരിവാറിന്റെയും അജണ്ട. ചാവാനും കൊല്ലാനും നടക്കുന്ന ഒരു വിഭാഗമായി OBCയെയും പട്ടികജാതി വിഭാഗക്കാരെയും ദളിതരെയും ഒക്കെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘപരിവാർ. ഇത് ഈ രാത്രിയിൽ, ചാറ്റൽ മഴ പെയ്യുന്ന രാത്രിയിൽ ഞാൻ പറയുമ്പോൾ അത് എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. എതിരാളികൾക്ക് മനസ്സിലാവില്ല. അവർ ഇനിയും പൊയ്ക്കൊണ്ടിരിക്കും, ചാവാനും കൊല്ലാനും ഒക്കെ. എന്തായാലും ഒരു വർഷം തികയ്ക്കില്ല മോദി എന്നുള്ള ഒരു സൂചനകൾ വരുന്നത് സന്തോഷകരമാണ്. കാരണം ഇന്ത്യ മുന്നണി അത്ര വിദഗ്ധമായി നീങ്ങുന്നു. ഇന്ത്യ മുന്നണി നീങ്ങുന്നത് വളരെ തന്ത്രപരമായി തന്നെയാണ്. മോദി എന്ന കുതന്ത്ര രാക്ഷസനെ വീഴ്ത്താൻ ഇന്ത്യ മുന്നണി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും ആഹ്ലാദകരമാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി
ഒരു മത്സരത്തിന് പ്രതിപക്ഷം ഒരുങ്ങുന്ന വേദി കൂടിയാകുന്നു മോദിയുടെ മൂന്നാം മന്ത്രിസഭ.